ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ ക്ലോത്തിൽ ഇതുപോലെ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പം നമുക്ക് ഏതൊരു ഷേപ്പ് വേണമെങ്കിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ്. അതെങ്ങനെയാണെന്നാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഇത് സ്ലീവിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളുടെ ക്ലോത്തിൻ്റെ നമ്മളുടെ ടോപ്പിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. നമുക്ക് ഒരു ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ ഇൻ്റർഫേസിങ്ങോ ഇതുപോലെ 2 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനെ കോർണർ ടു കോർണർ ഫോൾഡ് ചെയ്തു, അതിനെ ഒന്നുകൂടി ഫോൾഡ് ചെയ്തു. അതിനുശേഷം നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലത്തെ ഒരു ഷേപ്പ് കിട്ടി. നമുക്കിങ്ങനെ ഈ ഷേപ്പിൽ വേണമെങ്കിൽ ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ വിട്തൊന്ന് കുറച്ച് വേണമെങ്കിലും എടുക്കാം. നമ്മൾ കുറച്ചുകൂടെ അല്പം കൂടെ വിട്ട് കുറച്ച് ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കുക, ഒരു കട്ടിയുള്ള പേപ്പർ. ഇനി നമ്മൾ മെയിൻ ഫാബ്രിക്കിൻ്റെ റോങ് സൈഡിലേക്ക് ഇൻ്റർഫേസിനെ അറ്റാച്ച് ചെയ്ത് അയൺ ചെയ്താണ് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഷേപ്പ് ഇങ്ങനെ ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഏതൊരു ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ട്രേസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ 4 കോർണറിലേക്കും ആ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ഷാർപ്പായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. 4 സൈഡിലേക്ക് ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ച് ഇങ്ങനെ 4 വശത്തേക്കും ഇങ്ങനെ നമ്മൾ ഫാബ്രിക് ഗ്ലൂ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ നമ്മൾ കൊടുക്കുക. ഇനി ഇങ്ങനെ നമുക്ക് അവിടെ ഇരിക്കത്തില്ല. ചില ക്ലോത്തുകൾ ഇരിക്കാൻ പാടാണെങ്കിൽ ഇതിൻ്റെ പുറത്തുകൂടെ ഒന്ന് അയൺ ചെയ്തുകൂടെ കൊടുക്കണം. അപ്പോൾ നല്ല നീറ്റായിട്ട് അറ്റാച്ചായിട്ട് അവിടെ ഇരുന്നോളും. ഇപ്പം നമ്മളിങ്ങനെ അയൺ ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ്. ഇത് കണ്ടോ, ഷേപ്പ് നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അകത്ത് വെച്ചിരിക്കുന്ന വെക്കേണ്ട ക്ലോത്ത് ഏതാണോ നമ്മളുടെ കോൺട്രാസ്റ്റ് കളർ അത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജ് വഴി സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് ആ കോർണറൊക്കെ നമ്മൾ നല്ല നീഡിൽ ഉപയോഗിച്ച് ഇങ്ങനെ കുത്തിയെടുത്ത് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ഇതെടുക്കാൻ ശ്രദ്ധിക്കണേ. എങ്കിൽ മാത്രമേ അതിനൊരു നല്ല പെർഫെക്ഷൻ ലഭിക്കുകയുള്ളൂ. ഇതുപോലെ നമ്മളിങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പം ഇതേതൊരു ഷേപ്പിൽ വേണമെങ്കിൽ നമ്മൾ ആ കട്ട് ചെയ്യുക. അതിനുശേഷം ഈ മെത്തേഡ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നെക്കിലോ സ്ലീവിലോ പാൻസിലോ ഒക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഡിസൈൻ മേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നല്ല നീറ്റായിട്ട് ലഭിച്ചു. ഇനി നമുക്ക് ബീഡ്സോ അല്ലെങ്കിൽ നമുക്ക് സീക്വൻസോ എന്ത് വേണമെങ്കിലും ഇങ്ങനെ വെച്ച് കൊടുക്കാം. ബീഡ്സ് ആണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി സീക്വൻസ് ഒക്കെയാണ് ഫാബ്രിക് ഗ്ലൂവിൻ്റെ സഹായത്തോടു കൂടി തന്നെ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയും ചെയ്യുക. എന്നിട്ട് ഒരു ദിവസത്തോളം നമ്മൾ ടൈം കൊടുക്കുക. അപ്പോഴത്തേന് അതവിടെ നീറ്റായിട്ട് ഒട്ടിയിരുന്നോളും. അപ്പോൾ ഏതൊരു ഫാഷനിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിന് സപ്പോർട്ട് നൽകുക. താങ്ക് യു ഫോർ വാച്ചിങ്.